രക്തസാക്ഷിയെ പിടിച്ചുകൊല്ലിക്കിയ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധി പറയാൻ ഒരുങ്ങുന്നു. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും നാടകീയ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കേസിന്റെ അന്തിമ വിധി ഡിസംബർ 8-ന് പ്രഖ്യാപിക്കും. വിധി പ്രഖ്യാപിക്കുന്ന ദിവസം കേസിലെ ഒന്നാം പ്രതിയെ പൾസർ സുനി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നടൻ ദിലീപാണ് ഈ കേസിൽ 8-ാം പ്രതി. 2017 ഫെബ്രുവരി 17 രാത്രി 9 മണിയോടെ കൊച്ചി നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ചാണ് ചലച്ചിത്ര നടി ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. നടിയുടെ അപകീർത്തകരമായ ദൃശ്യങ്ങൾ പ്രതി പൾസർ സുനി പകർത്തിയെന്നതായിരുന്നു കേസിന്റെ പ്രധാന ആകർഷം. സംഭവം നടന്ന അന്ന് തന്നെ കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ അറസ്റ്റിലായിരുന്നു. 2017 നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണത്തിനായി കൈമാറിയത്. 6 വർഷത്തിലധികം നീണ്ട വിചാരണകളും വാദപ്രതിവാദങ്ങളുമാണ് കേസിൽ അരങ്ങേറിയത്. പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിലുള്ള ശക്തമായ നിയമ പോരാട്ടങ്ങൾക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി വേദിയായി. കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ദിലീപ്, പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളെല്ലാം നിലവിൽ ജാമ്യത്തിലാണ്. ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് അവർ വിചാരണ നടപടികളിൽ പങ്കെടുത്തത്. കേസിന്റെ വിചാരണ പൂർത്തിയായി 1 വർഷത്തിലധികം കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ വിധി പ്രഖ്യാപനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമ വാദങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ തന്നെ പൂർത്തിയായിരുന്നു. എന്നാൽ ഇതിനുശേഷം 27 തവണയാണ് വിചാരണ കോടതി വിധി പ്രസ്താവം മാറ്റിവെച്ചത്. വാദങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താനും ചില രേഖകൾ പരിശോധിക്കാനും കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാങ്കേതിക പ്രശ്നങ്ങളിൽ കൃത്യത ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ഇത്രയും അധികം തവണ കേസ് മാറ്റിവെച്ചത്. കേസ് മാറ്റിവെക്കുന്ന ഓരോ ഘട്ടത്തിലും പൊതുസമൂഹത്തിലും നിയമലോകത്തും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. വിധി പ്രസ്താവിക്കാനുള്ള നീണ്ട കാത്തിരിപ്പ് കേസിന്റെ സങ്കീർണതയും നിയമപരമായ വെല്ലുവിളികളെയും എടുത്തു കാണിക്കുന്നു. നടി ആക്രമിച്ച കേസിൽ ആകെ 9 പ്രതികളാണുള്ളത്. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ പ്രമുഖ നടൻ ദിലീപ് 8-ാം പ്രതിയാണ്. കേസിന്റെ അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് നടിയെ ആക്രമിച്ചതിന് പിന്നിലെ ഗൂഢാലോചനയിലാണ് ദിലീപിനെ പ്രതി ചേർത്തത്. പ്രതിപട്ടികയിലുള്ള എല്ലാവരുടെയും പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ കിണഞ്ഞു പരിശ്രമിച്ചു. എന്നാൽ പ്രതിഭാഗം അഭിഭാഷകർ പ്രോസിക്യൂഷൻ വാദങ്ങളെ ശക്തമായി എതിർത്തു. ഈ കേസിന്റെ അന്തിമ വിധി ചലച്ചിത്ര ലോകത്തും പൊതുസമൂഹത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ ഘട്ടത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി സാക്ഷികൾ കൂറുമാറിയ സംഭവമാണ്. കേസിൽ പ്രോസിക്യൂഷൻ ലിസ്റ്റ് ചെയ്ത 28 സാക്ഷികളാണ് കൂറുമാറിയതായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇവരിൽ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും ഉണ്ടായിരുന്നു. സാക്ഷികൾ കൂറുമാറിയത് കേസിന്റെ വിധി നിർണയത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നത് നിയമവിദഗ്ധർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. വിചാരണ വേളയിൽ കൂറുമാറിയ സാക്ഷികളുടെ മൊഴികൾ പ്രോസിക്യൂഷൻ കേസിനെ ദുർബലമാക്കിയേക്കാം. എന്നാൽ തെളിവുകളും സാഹചര്യ തെളിവുകളും കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. കേരള സമൂഹം ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഈ കേസിന്റെ വിധി വരുന്ന ഡിസംബർ 8-ന് പ്രഖ്യാപിക്കുമ്പോൾ നടിക്കും നീതി തേടുന്ന പൊതുസമൂഹത്തിനും ആശ്വാസമാകുമോ അതോ പ്രതികൾക്ക് അനുകൂലമായ വിധി വരുമോ എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. കേസിന്റെ വിചാരണ രഹസ്യമായിട്ടായിരുന്നു നടന്നതെങ്കിലും ഓരോ ദിവസത്തെയും വിവരങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടുണ്ട്. നീണ്ട 6 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമുള്ള കോടതിയുടെ അന്തിമ തീരുമാനം ഈ കേസിലെ ഓരോ വ്യക്തിയുടെയും ഭാവിയെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വസ്തതയും സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും.